What is up guys, welcome to a brand new video and on this episode ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് സ്പെഷ്യലാണ്. ഇപ്പോൾ ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് മീം കോയിൻസ്. എവിടെ കേട്ടില്ല മീം കോയിൻസ് സ്പെഷ്യലി നിങ്ങൾ ക്രിപ്റ്റോ കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ നിങ്ങൾ നിരന്തരം കേൾക്കും മീം കോയിൻസ് ആൻഡ് ഹൗ ഫാസ്റ്റ് മീം കോയിൻസ് ആർ മേക്കിംഗ് എ ലോട്ട് ഓഫ് മണി. ആൾക്കാരൊക്കെ സെക്കൻഡ്സിന് മില്യനേഴ്സ് ആവാണ്. ആൾക്കാരുടെ ഓൾസോ സെക്കൻഡ്സിന് പൈസ പോകുന്നുണ്ട്. അതിനെപ്പറ്റി എത്ര പേര് പറയുന്നത് എനിക്കറിയില്ല. പക്ഷേ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും ഇംപ്രസീവ് വഴിയാണ് ഇപ്പോൾ മീം കോയിൻസ്. ഓക്കെ, ആൻഡ് ഓൾസോ റിമെമ്പർ, പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന എല്ലാ സ്കീമും വേറെ എവിടെയെങ്കിലും പൈസ പോയിട്ടാണ്. ഓക്കെ, പക്ഷെ എന്നാലും ഇപ്പോൾ മീം കോയിൻസ് ഇത്ര പോപ്പുലർ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ മീം കോയിൻസിനെ പറ്റി അറിഞ്ഞിരിക്കണം. സോ എൻ്റെ ഹോൾ പോയിന്റ് ഓഫ് ദിസ് വീഡിയോ ഇസ് ടു ടെൽ യു, നിങ്ങളുടെ അടുത്ത് മീം കോയിൻസിനെ പറ്റി എല്ലാം പ്രോപ്പറായിട്ട് പറഞ്ഞുതരാം. സോ യു നോ വാട്ട് ആർ മീം കോയിൻസ്, എങ്ങനെയാണ് ഈ മീം കോയിൻ വർക്ക് ചെയ്യുന്നത്, എങ്ങനെ ഈ മീം കോയിൻ ഇൻവെസ്റ്റ് ചെയ്യാം, എങ്ങനെ മീം കോയിൻ വെച്ച് പൈസ ഉണ്ടാക്കാം / പൈസ കളയാം, ആൻഡ് ഓൾസോ ഹൗ ടു മേക്ക് യുവർ ഓൺ മീം കോയിൻ. ഓക്കെ, ഐ തിങ്ക് ഈ മീം കോയിൻസിനെ പറ്റി നിങ്ങളുടെ ഇൻട്രസ്റ്റ് കുറച്ച് അധികം സർച്ച് ആയി. കാര്യം ഞാൻ റീസെൻ്റ് ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നെ ആസ്ക് യു ഗൈസ്, നിങ്ങൾ നെക്സ്റ്റ് വീഡിയോ എന്തിനെ പറ്റി വേണം, മീം കോയിൻ ട്രേഡിങ്ങിനെ പറ്റിയും അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷനൊക്കെ വേണോ, അതോ ക്രിപ്റ്റോ മൈനിങ്ങിനെ പറ്റി വേണോ? സോ യൂഷ്വലി നമ്മുടെ കമ്മ്യൂണിറ്റി ഫുൾ ഫോർ ക്രിപ്റ്റോ മൈനിങ് എന്നാണ് പോകുന്നത്. ഇപ്രാവശ്യം നിങ്ങൾ പറഞ്ഞു ബ്രോ നമുക്ക് മീം കോയിൻസിനെ പറ്റി പറഞ്ഞു തരും. സോ ഇന്നത്തെ വീഡിയോ ഇസ് ഗോയിങ് ടു ബി ഓൾ അബൌട്ട് ഹൗ ടു മാനേജ് മീം കോയിൻസ് എഫിഷ്യൻ്റ്ലി ആൻഡ് പ്രോബ്ലി ഹൗ ടു ഗെറ്റ് റിയലി റിച്ച് യൂസിങ് മീം കോയിൻസ്. അതായിരിക്കും ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ആൻഡ് ഓൾസോ റിമെമ്പർ, ചെറിയ ഡിസ്ക്ലൈമറാണ്, ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഫൈനാൻഷ്യൽ അഡ്വൈസസ് അല്ല. ഞാനൊരു ഫൈനാൻഷ്യൽ ഗുരു അങ്ങനെയുള്ള സാധനമൊന്നുമല്ല. ഐ എം സമൺ ഹു ലവ്സ് ടെക്നോളജി, ഐ എം സമൺ ഹു റൺസ് എ ടെക് കമ്പനി. പക്ഷേ ക്രിപ്റ്റോ എനിക്ക് എന്നും ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. ടെക്നോളജി വെച്ച് പൈസ ഉണ്ടാക്കുന്നത് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. സോ ഇത് ഇസ് ബേസിക്കലി മീ ടെല്ലിങ് യു അബൌട്ട് മൈ നോളജും ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ അതിനെപ്പറ്റി കണ്ടുപിടിച്ചു എന്നും പിന്നെ എൻ്റെ ജേർണി ഇൻ മേക്കിംഗ് മണി യൂസിങ് ടെക്നോളജി ആൻഡ് ക്രിപ്റ്റോ. സോ അതാണ് ബേസിക്കലി ദ പോയിന്റ് ഓഫ് ദിസ് വീഡിയോ. സോ ഇന്ന് ഫസ്റ്റ് വിൽ ടോക്ക് അബൌട്ട് മീം കോയിൻസ്. ഓക്കെ, സോ ഫസ്റ്റ് മീം കോയിൻ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് വേണം, ഒരു വാളറ്റ് വേണം. ആൻഡ് അതിൻ്റെ വാളറ്റിൻ്റെ പേരാണ് ഫാൻറ്റം വാളറ്റ്. ആൻഡ് അത് കിട്ടാൻ വേണ്ടി ഗോ ടു ഗൂഗിൾ ആൻഡ് ടൈപ്പ് ഫാൻറ്റം വാളറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ഫാൻറ്റം വാളറ്റ് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫാൻറ്റം ക്രിപ്റ്റോ ആൻഡ് NFT വാളറ്റ് എന്ന ഫസ്റ്റ് റിസൾട്ട് വരും. അത് പോവുക ആൻഡ് അവിടെ ഫാൻറ്റം വാളറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ആൻഡ് ഡൗൺലോഡ് ഫോർ ക്രോം, നിങ്ങൾ ക്രോമിലാണെങ്കിലും ഫയർഫോക്സിലാണെങ്കിലും എഡ്ജിലാണെങ്കിലും ഇതിൽ മൂന്നിനും ഉള്ള വേർഷൻസ് അവിടെ കാണും. സോ ഡൗൺലോഡ് ഫാൻറ്റം വാളറ്റ് ഫസ്റ്റ്ലി ആൻഡ് അത് ക്രോമിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ക്രോമിൽ ആഡ് ചെയ്ത ശേഷം കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ക്രോമിലെ ടൂൾ ബാറിനകത്ത് ഒരു ചെറിയ ഗോസ്റ്റിൻ്റെ സ്നാപ്ചാറ്റൊക്കെ പോലത്തെ ഒരു ഐക്കൺ കാണും. ആൻഡ് അതാണ് നിങ്ങളുടെ ഫാൻറ്റം വാളറ്റ്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ വരും. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ക്രിയേറ്റ് ന്യൂ വാളറ്റും എക്സിസ്റ്റിംഗ് വാളറ്റിനെ ബാക്കപ്പ് ചെയ്യാനും. ഇത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ പോയിട്ട് ക്രിയേറ്റ് എ ന്യൂ വാളറ്റ് കൊടുക്കുക. ആൻഡ് അവിടെ ഡീറ്റെയിൽസ് വരും, എന്തിനൊക്കെ ഈ വാൾട്ട് ഉപയോഗിക്കാൻ പറ്റും, എന്തൊക്കെ വാൾട്ടിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. റെഗുലർ തള്ള ഡോണ്ട് മൈൻഡ് ദാറ്റ്. നിങ്ങൾക്ക് ഇമെയിൽ വെച്ചും ചെയ്യാം, സീഡ് ഫ്രൈസ് വെച്ചും ചെയ്യാം. സീഡ് ഫ്രൈസ് ഉപയോഗിക്കുക ആൻഡ് ഒരു പാസ്വേഡ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ വാൾട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഈ സീഡ് ഫ്രൈസ് വരും. ഈ സീഡ് ഫ്രൈസ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ സീഡ് ഫ്രൈസ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാര്യം, ഈ സീഡ് ഫ്രൈസ് നിങ്ങൾ മറന്നു പോയാൽ നിങ്ങളുടെ വാളറ്റ് ബാക്കപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സോ ബെസ്റ്റ് കേസ് സിനാരിയോ, ഈ സീഡ് ഫ്രൈസ് എപ്പോഴും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് എവിടെയെങ്കിലും മാറ്റി വയ്ക്കുക. യു നീഡ് ദിസ്. സോ ഈ സീഡ് ഫ്രൈസ് എവിടെയെങ്കിലും മാറ്റി വയ്ക്കുക. സീഡ് ഫ്രൈസ് നിങ്ങൾ സേവ് ചെയ്ത് വെച്ച ശേഷം കണ്ടിന്യൂ കൊടുക്കുമ്പോഴത്തേക്ക് അവർ പറയും വാളറ്റ് തുടങ്ങിയിരിക്കുന്ന കൈസ്, നിങ്ങളുടെ വാളറ്റ് റെഡി ആയിരിക്കുന്നു. ആൻഡ് സോ നിങ്ങൾ ക്രോമിനകത്ത് പോയിട്ട് നിങ്ങൾ എക്സ്റ്റൻഷൻസ് നോക്കുകയാണെങ്കിൽ അവിടെ ഫാൻറ്റം വാളറ്റ് കാണിക്കും. അതിനെ പിൻ ബട്ടൺ ഞെക്കി പിൻ ചെയ്താൽ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് മേളിലെപ്പത്തി കാണാൻ പറ്റും. ആൻഡ് യുവർ ഫാൻറ്റം വാളറ്റ് ഇസ് റെഡി. സോ ഇതാണ് നിങ്ങളുടെ ഫാൻറ്റം വാളറ്റ്. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് അസറ്റ്സ് ഒന്നും ഉണ്ടെന്ന് കാണുന്നില്ല, കാര്യം നിങ്ങൾ ഫ്രഷ് വാളറ്റാണ്. ഓക്കെ, ആൻഡ് ഇതിനകത്തേക്ക് സൊളാന അയച്ചിട്ടാണ് നമ്മളെല്ലാ കളിയും കളിക്കുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് നിങ്ങൾ എന്താ വെച്ചാൽ റിസീവ് കൊടുക്കുക. എന്നിട്ട് വേണ്ട നെറ്റ്വർക്ക് നമുക്ക് സൊളാന ആണ് വേണ്ടത്. സോ സൊളാന സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ അഡ്രസ് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ ഇപ്പോൾ കറണ്ടായിട്ട് നിങ്ങൾക്ക് എന്ത് വാൾട്ടോ ഉള്ളത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ബൈനാൻസ് ആണോ അല്ലെങ്കിൽ വെസിറെക്സ് ഓർ വാസ്ട്രിക്സ് എന്ന് ഞാൻ പറയുന്നില്ല, കാര്യം വാസ്ട്രിക്സ് വെച്ച് എല്ലാവർക്കും പണി കിട്ടി. ഐ എം സോറി ഫോർ ഓൾ ദോസ് പീപ്പിൾ ഹു ഇൻവെസ്റ്റഡ് ഇൻ ഓർ കെപ്റ്റ് ദ മണി ഇൻ വാസ്ട്രിക്സ്. ഗൈസ് ഓൾസോ സോറി ടു ഗോ ഓൺ എ ലിറ്റിൽ റാൻഡ്. ഇതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ എക്സ്ചേഞ്ചസിനെ ഒരുപാട് വിശ്വസിക്കുന്നത് പറയുന്നത്. നോട്ട് യുവർ കീസ് നോട്ട് യുവർ ക്രിപ്റ്റോ എന്ന് പറഞ്ഞതിൻ്റെ അല്ലെങ്കിൽ അസൈങ്ങിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് വാസ്ട്രിക്സ് ഡെറ്റ്. ഓക്കെ, അവർ ഇൻവെസ്റ്റ് ചെയ്തവരുടെ പൈസ എല്ലാം ഒരു ദിവസം കൊണ്ടുപോയിട്ട് പറഞ്ഞു സോറി ഗൈസ് ഹാക്കായിപ്പോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടേക്കാണ് പ്രൈവറ്റ് വാളറ്റ് വെച്ചിട്ട് ആവശ്യമുള്ള പൈസ മാത്രം നമ്മൾ സെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. കാര്യം എക്സ്ചേഞ്ചസ് എന്ത് വേണം ചെയ്യാം, അവർക്ക് പറയാം സോറി ഗൈസ് നമ്മുടെ പൈസ എല്ലാം പോയി എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഈ ഫണ്ട് കൊണ്ട് മുങ്ങാം. ഓക്കെ, മാസ്ട്രിക്സ് എന്താ ചെയ്തത്, ഈ ഫണ്ടെല്ലാം ഇങ്ങനെ പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ അവരുടേതായ ഒരു ടോക്കണിൽ തിരിച്ചുതരാമെന്ന് പറഞ്ഞു. സോ ഇവിടെ അവർക്ക് വിൻ. കാര്യം ആ പൈസ അവർ കൊണ്ടുപോയെങ്കിൽ
they're making a lot of money. And അവരുടെ കോയിൻ നിങ്ങൾക്ക് തരുമ്പോൾ again they're making a lot of money. It's like a double win-win for them. സോ ഇങ്ങനെയുള്ള കേസ് കൊണ്ടാണ് എപ്പോഴും പ്രൈവറ്റ് വാളറ്റ്സ് വെച്ചേക്കുക. നിങ്ങളിപ്പോൾ കോയിൻ ബേസിൻ്റെ എക്സ്ചേഞ്ചിലല്ലാതെ കോയിൻ ബേസിന് പ്രൈവറ്റ് വാളറ്റ് ഉണ്ട്, ട്രസ്റ്റ് വാളറ്റിന് പ്രൈവറ്റ് വാളറ്റ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള പ്രൈവറ്റ് വാളറ്റ്സിൽ കോയിൻസ് വെക്കുക. ആ സീഡ് ഫ്രൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സേവ് ചെയ്ത് എവിടെയെങ്കിലും എഴുതി വെക്കുക. സീഡ് ഫ്രൈസ് പോയാൽ എല്ലാം പോയി ഗൈസ്. സോ അത് എഴുതി വെക്കുക. സോ ഇതാണ് നിങ്ങളുടെ സൊളാന. ഇപ്പോൾ കാണുന്ന ഈ സൊളാന അഡ്രസ്സിലേക്ക് നിങ്ങൾ എത്ര സൊളാന വേണം അതങ്ങനെ സെൻഡ് ആക്കുക. ഓക്കെ, ആ സെൻഡ് ആക്കിയതിന് ശേഷം ഇനി നിങ്ങൾ സെൻഡ് ആക്കിയെങ്കിൽ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ മീം കോയിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് തുടങ്ങാം. വൺസ് അഗൈൻ ഞാൻ എടുത്ത് പറയാണ്, മീം കോയിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ വൺ ഓഫ് ദി മോസ്റ്റ് സ്റ്റുപ്പിഡസ്റ്റ് എന്നാൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന ഒരു സാധനം. ഓക്കെ, കാര്യം ലിറ്ററലി നമ്മൾ ഇതിനെ ലോട്ടറി തന്നെ വിളിക്കാം ഗൈസ്. ലിറ്ററലി ലോട്ടറി എന്ന് വിളിക്കാം. റിയലിസ്റ്റിക്കലി ഒരു ജോക്കിൻ്റെ പുറകെ പോവാണ്. ആ ജോക്കിന് നമ്മൾ എന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടോയെന്നോ അല്ലെങ്കിൽ ജോക്കിൻ്റെ ചാർട്ടൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ വർക്കാവുമെന്ന് വിചാരിച്ച് നമ്മൾ പൈസ എടുത്ത് എറിഞ്ഞാണ്. പക്ഷേ ദ വേഴ്സ്റ്റ് പാർട്ട് അബൌട്ട് ദിസ്, എത്ര ജോക്ക് എന്ന് പറഞ്ഞാലും ഈ സാധനം ഉണ്ടെങ്കിൽ റിട്ടേൺസ് ഭയങ്കര മാസമാണ്. ലൈക്ക് ലിറ്ററലി ഞാൻ കുറച്ച് എക്സാമ്പിൾസ് എടുത്ത് കാണിച്ചു തരാം. $4 ജെനോ ദ റാറ്റ് എന്ന കോയിൻ വാങ്ങിച്ചു. ആൻഡ് റിട്ടേൺ ഈസ് $4.69. $4 മേളിൽ കൂടെ വീണ്ടും 4.69. ഓക്കെ, ഇതൊക്കെ പ്രീവിയസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. ഇതൊക്കെ ഇങ്ങനെ ഫുൾ ടൈം നിൽക്കത്തില്ല. ഇതൊക്കെ ഞാൻ ക്യാഷ് ഔട്ട് ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ്സ് പറഞ്ഞത്. ജിനോ ദ റാറ്റ് എന്നൊരു കോയിൻ വാങ്ങിച്ചു. ആൻഡ് അതിൻ്റെ 3 മിനിറ്റിലെ ഗ്രോത്ത് വാസ് 336%. എൻ്റെ വേറെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു ഡാഷ എന്ന് പറഞ്ഞ കോയിൻ. അഗൈൻ അതിൻ്റെ സിമ്പിൾ വാസ് വൈഫു. ഓക്കെ, VVAFU, സോ ആനിമേ ഫാൻസ് വൈഫു. ആൻഡ് അതിൻ്റെ ഗ്രോത്ത് ലിറ്ററലി 3 മിനിറ്റ് അത് 217.58% ആയിരുന്നു. ഓക്കെ, അടുത്ത ബാക്ട് എന്നൊരു കോയിൻ ഉണ്ടായിരുന്നു, BAKKT. ഓക്കെ, ഇതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് $4 ആയിരുന്നു. ആൻഡ് ലിറ്ററലി 2 മിനിറ്റ് 272% സ്ട്രെയിറ്റ് അപ്പ്. ഓക്കെ, സോ ഇങ്ങനെയൊക്കെയാണ് മീം കോയിൻ പൈസ ഉണ്ടാക്കുന്നത്. ഇതുകൊണ്ടാണ് ഈ പ്രോസ്പെക്റ്റ് ഭയങ്കര അപ്പീലിംഗ് ആണെന്നും ലിറ്ററലി തീയിലേക്കൊക്കെ എടുത്ത് ചാടുന്നവരാണ്. കാര്യം ഇങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് 200% ഗ്രോത്തും 300% ഗ്രോത്തും, ഇതിന് ഡാർക്ക് സൈഡ് ഉണ്ട്. ഇതേപോലെ തന്നെ പൈസ സ്പോട്ടിൽ പോയി ഒരുപാട് ഇൻസ്റ്റൻസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ഡാഡി ഗോട്ട് എന്നൊരു കോയിൻ വാങ്ങിച്ചു. ഡാഡി ഗോട്ട് എന്ന കോയിൻ വാങ്ങിച്ച് സ്പോട്ടിൽ വാല്യൂ ഫുള്ളും കിടിഞ്ഞ് പോയി. ഓക്കെ, ലിറ്ററലി സ്പോട്ടിൽ വാല്യൂ ഫുള്ളും കിടിഞ്ഞ് 0 ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ ടോപ്പ് എന്നൊരു കോയിൻ, അത് വാങ്ങിച്ചത് ഇപ്പോഴും എനിക്ക് സെല്ലാൻ പറ്റിയില്ല. സോ ടോപ്പ് എന്നൊരു കോയിനാണ് ടെർമിനൽ ഓഫ് പ്രസിഡൻറ്റ്. ഓക്കെ, ട്രംപിനെ ബാക്ക് ചെയ്യുന്ന കോയിൻ എന്നൊക്കെ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞോളെ, എപ്പോൾ ഞാൻ ട്രംപിന് എന്തെങ്കിലും സാധനത്തിൽ പൈസ ഇട്ടാലും എനിക്ക് മൊത്തം ഇടിയും. സോ അതിൻ്റെ ഒരു 15,000 കോയിൻസ് ഞാൻ വാങ്ങിച്ചായിരുന്നു. ഓക്കെ, അതും സ്പോട്ട് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് മൊത്തമായിട്ട് റഗ് ചെയ്ത് സ്പോട്ട് അത് റഗ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ പോയേ എല്ലാം പോയെന്ന് പറഞ്ഞ് ഞാൻ നോക്കിയിരിക്കുന്നത്. നിങ്ങളിങ്ങനെ ഫണ്ട് ഇട്ടാലും സ്പോട്ടിൽ നല്ലപോലെ ഫുൾ പൈസ പോകാൻ ഈക്വൽ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് മാസിവ് ഗെയിൻ ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ തന്നെ മാസിവ് ലോസും ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നേരത്തെ 200% ഒക്കെ പറഞ്ഞില്ലേ, ഇത് 2 രീതി ആലോചിക്കാം. ഈ 200% ഗെയിനൊക്കെ ഞാൻ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് റിമെമ്പർ ഞാൻ $4 കേട്ടത്. സോ റിമെമ്പർ ഇപ്പോൾ ഞാൻ $1,000 ഇട്ടിരുന്നെങ്കിൽ ലിറ്ററലി ഞാൻ സ്പോട്ടിൽ മില്യണറായി അല്ലേ. അങ്ങനെയുള്ള റിട്ടേൺസ് ആണ്. പക്ഷേ അതേപോലെ തന്നെ ഞാൻ $1,000 ഇട്ടിട്ട് പൈസ പോയാലും സ്പോട്ടിൽ പോയി. സോ അഗൈൻ ഐം ടെല്ലിങ് യു, ഫൈനാൻഷ്യൽ അഡ്വൈസ് അല്ല എങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ പോയാലും കുഴപ്പമില്ല എന്നുള്ള പൈസ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ബോൾഡായിട്ട് എടുത്ത് കളയാൻ റെഡിയുള്ള പൈസ മാത്രമേ മീം കോയിൻസ് ഇടാവുള്ളൂ. ബിക്കോസ് ലെറ്റ് മീ ടെൽ യു, യു വിൽ മേക്ക് മണി ബട്ട് യു വിൽ ഓൾസോ ലൂസ് എ ലോട്ട് ഓഫ് മണി. ഒത്തിരി പൈസ ഉണ്ടാക്കാം, അതേപോലെ ഒത്തിരി പൈസ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. അങ്ങനെ ഒരു സാധനമാണ് മീം കോയിൻസ്. ഇനി നിങ്ങൾക്ക് മീം കോയിൻ ഉണ്ടാക്കുന്ന വാൾട്ട് എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മീം കോയിൻ പോയി വാങ്ങി ഞാൻ പൈസ കുറച്ച് കളഞ്ഞ് കാണിക്കാം. അപ്പോൾ നമ്മൾ വി വിൽ ഗോ ടു ഡെക്സ് സ്ക്രീനർ. ഡെക്സ് സ്ക്രീനർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെല്ലാ മീം കോയിൻസിനെ സ്കോപ്പ് ചെയ്യുന്നതും കണ്ടുപിടിക്കുന്നതൊക്കെ. ആൻഡ് ഓൾസോ കുറച്ച് പേര് ചോദിച്ചിരുന്നു, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞിരുന്നു, ബ്രോ ആ പുള്ളിയുടെ ട്വിറ്റർ എന്നാണ് എന്താളെയാണ് ഫോളോ ചെയ്യേണ്ടത്. പുള്ളിയുടെ പേര് ഇസ് മെലോ മെട്രിക്സ് എന്നാണ്. ദാറ്റ് ഇസ് MELLOMETRICS. മെലോ മെട്രിക്സ് ആണ് പുള്ളിയുടെ പേര്. സോ പുള്ളിയുടെ ട്വിറ്ററിൽ പോവുക ആൻഡ് ദെൻ പുള്ളിയുടെ ട്വിറ്റർ ഫോളോ ചെയ്താൽ മതി. പുള്ളിയാണ് പ്രോബ്ലി വൺ ഓഫ് ദി ബെസ്റ്റ് ക്രിപ്റ്റോ ഇൻവെസ്റ്റേഴ്സ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. പുള്ളി എന്നും റാൻഡം ക്രിപ്റ്റോ അപ്ഡേറ്റ്സ് തരാറുണ്ട്. എന്നും പറഞ്ഞ് ഈ സാധനം സ്ട്രേറ്റ് പോയി വാങ്ങാനല്ല പുള്ളി പറഞ്ഞാൽ നിങ്ങൾ വാച്ച് ചെയ്യേണ്ട കുറച്ച് കോയിൻസ് പറഞ്ഞാൽ പുള്ളി ലിസ്റ്റ് തരാറുണ്ട്. സോ ആ സാധനം നോക്കിയാൽ നിങ്ങൾക്ക് പ്രോബ്ലി കുറച്ച് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പൈസ ഉണ്ടാക്കുന്നല്ല, വൺസ് അഗൈൻ ഞാൻ പറയുകയാണ്, ലിറ്ററലി പൈസ ഉണ്ടാക്കുന്നല്ല പറയുന്നത്, പക്ഷേ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ചില സമയത്ത് പൈസ ഇടിഞ്ഞും പോകും കേട്ടോ. സോ ബി കെയർഫുൾ. സോ ഇന്ന് നമ്മളിപ്പോൾ എക്സിൽ പോയിട്ട് മെലോഡ് അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ പുള്ളി ഷൗട്ട് ഔട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് കോയിൻസിൽ, പുള്ളി സ്കോപ്പ് ചെയ്തിരിക്കുന്ന കുറച്ച് കോയിൻസിൽ ഒന്ന് ഇസ് റെസ്മസ്, ആൻഡ് ദെൻ രണ്ടാമത് ഇസ് സാന്റർ, and then there is risk given, and then grinch and rizier എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്. സോ ഇതിനകത്ത് കുറച്ച് കോയിൻ നമുക്ക് പോയി സ്കോപ്പ് ചെയ്യാം. ഓക്കെ, സോ സാന്റ എന്നുള്ള കോയിൻ നമുക്ക് നോക്കാം. ഓക്കെ, സാന്റ കാരണം പച്ചുപിടിക്കില്ല നമ്മുടെ. സോ സാന്റ എന്ന് പറഞ്ഞ കോയിൻ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ലോസിലാണ്, കുറച്ച് ഗെയിനിലാണ് ഇങ്ങനെ കിടക്കുന്നത്. സോ സാന്റ എന്ന് പറഞ്ഞ കോയിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നെഗറ്റീവിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ലിറ്ററലി 5 മിനിറ്റ്സ് നെഗറ്റീവാണ്, 1 അവർ നെഗറ്റീവാണ്, 6 hours നെഗറ്റീവാണ്. പക്ഷേ 24 hours 198% അപ്പാണ്. സോ ഇതുകൊണ്ട് 2 കാര്യം നടക്കാം. ഇപ്പോൾ കണ്ടോ ഈ ചാർട്ട് താഴെ പോകുന്നത്. ഈ ചാർട്ട് താഴെ പോകുന്ന കാരണം ചിലപ്പോൾ
ഇത് കഴിഞ്ഞ ഒരു ബൗൺസ് ബാക്ക് ഉണ്ടാവാം. കാര്യം നേരത്തെയും ഇങ്ങനെയുള്ള ഷാർപ്പ് പുൾ ഡൗൺ ശേഷം ബൗൺസ് ബാക്ക് ഉണ്ടായിട്ടുണ്ട്. സോ അതുകൊണ്ട് ബൗൺസ് ബാക്ക് ഉണ്ടാവാം. അല്ലെങ്കിൽ ഇത് ഫുള്ളി സീറോ ആവും. സോ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫുള്ളി റിസ്ക് ആണെന്ന്. സോ ഒരു നല്ല ഐഡിയ വുഡ് ബി ലൈക്ക് ഇതിപ്പം ഇടിഞ്ഞ് കിടക്കുന്നുണ്ട്. നമുക്കിതാ ഇവിടെ നിന്നൊരു എൻട്രി എടുത്താൽ ലിറ്ററലി നമുക്കിതാ ഇവിടെ നിന്നൊരു എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹോപ്പ് ചെയ്യാം. ലൈക്ക് ഇവിടെ ഒരു എക്സിറ്റും ഹോപ്പ് ചെയ്താൽ അത്യാവശ്യം ലൈക്ക് ഇറ്റ്സ് എ വെരി സേഫ് ബെറ്റ്. ഓക്കെ, വളരെ സേഫായിട്ട് നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇവിടം വരെ അത് പോയാൽ ഈ മേളത് അപ്പർ ലിമിറ്റ് വരെ പോവുകയാണെങ്കിൽ ഓൾ ടൈം ഹൈ അല്ല, പക്ഷേ അപ്പർ ലിമിറ്റ് വരെ ആൾക്കാർ വാങ്ങിച്ച് കയറ്റുകയാണെങ്കിൽ ഇത് വൻ സംഭവമായിരിക്കും. സോ ഇവിടെ വാങ്ങണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് പറയുമ്പോൾ ഞാൻ ബൈ സെൽ നോക്കാറുണ്ട്. എത്ര പേര് വാങ്ങുന്നുണ്ട്, എത്ര പേര് വിൽക്കുന്നുണ്ട്. സോ ഇപ്പോൾ 55% മെജോറിറ്റി ബൈ ആണ്. പക്ഷേ റിയൽ ടൈം നോക്കുമ്പോഴത്തേക്ക് നോക്കിയോ കുറേ ആൾക്കാർ ഇങ്ങനെ വിൽക്കുന്നുണ്ട്, പക്ഷേ കുറച്ച് പേര് വലിയ വോളിയത്തിന് വാങ്ങുന്നുണ്ട്. പക്ഷേ ആ വാങ്ങുന്ന വോളിയൂംസ് കുറച്ചുകൂടെ വലിയ എമൗണ്ട് ആയതുകൊണ്ട് ഐ തിങ്ക് ചിലപ്പോൾ ഒരു പമ്പിന് ചാൻസ് ഉണ്ടെന്ന് വാല്യൂ മെയിലേക്ക് പോകുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും കൽപ്പിച്ച് കുറച്ച് കോയിൻ വാങ്ങാൻ നോക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ പോയി ബൈ കൊടുക്കും. നമുക്കൊരു 0.002 സോളിന് വാങ്ങാൻ പറ്റും നോക്കാം. ഗൈസ് എല്ലാത്തിനും 0.05 സോൾസാണ് മിനിമം വെച്ചേക്കുന്നത്. മിനിമം ബൈ 0.05 സോൾസ് വെച്ചേക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് സോളിനെ വാങ്ങാം. കേസ് ഓൾസോ ഇതാണ് എൻ്റെ ടെസ്റ്റ് വാളറ്റ് കേസ്. ഈ ടെസ്റ്റ് വാളറ്റ് എൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ ഈ പൈസേനെ പ്യുവർലി ട്രേഡ് ചെയ്ത് $1,000 കൊണ്ട് എത്തിക്കണം. എത്ര പെട്ടെന്ന് എത്തിക്കാൻ പറ്റുമെന്ന് പറഞ്ഞൂടാ, പക്ഷേ എന്നാലും ഐ വിൽ ടേക്ക് ഓൺ ദ ജേർണി. ഈ $14 $1,000 എത്തിക്കുന്ന എത്ര പെട്ടെന്ന് എത്തിക്കാൻ പറ്റും ഞാൻ നോക്കും. കുറച്ചൊക്കെ റിസ്ക് എടുത്ത് കുറച്ച് വിയർ ട്രേഡ്സ് ഒക്കെ എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ എന്നാലും എടുക്കുമ്പം ഐ വിൽ ടേക്ക് ഓൺ ദ ജേർണി. ഇത് $14 നാളെ 0 ആയാലും $14 ഞാൻ $1,000 എത്തിച്ചാലും രണ്ടും നിങ്ങൾ ഞാൻ അറിയിക്കും ഗൈസ്. ഓക്കെ ലിറ്ററലി. സോ നമുക്കിപ്പോൾ കുറച്ച് USDT ഉണ്ട്. അപ്പം നമുക്ക് കുറച്ച് സൊളാന വേണം. സോ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ട്രേഡ് എടുത്തിട്ട് സോൾ USDT പോവാം വാങ്ങാൻ വേണ്ടി. നമ്മൾ മാർക്കറ്റ് ഓർഡറിൽ പോവാം. നമുക്ക് തോന്നുന്നു നമുക്ക് 0.0 പകുതി മതിയായിരിക്കണം. ഇത്രയും സോളും മതിയാവണം നമുക്ക്. നമ്മൾ കുറച്ച് സോളിനെ കൂടെ വാങ്ങിച്ചു ഗൈസ്. ഓൾസോ നിങ്ങൾ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ മൊത്തം പൈസ ഫുള്ളായിട്ട് തീർക്കില്ലേ. എപ്പോഴും 30% 25% ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുക. ഫുൾ പൈസ ഇടുന്നത് ഇസ് നോട്ട് എ വൈസ് മൂവ്. സോ ഓക്കെ, ഇപ്പോൾ നമ്മുടെ കുറച്ചുകൂടെ സോളായി. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 0.06 സോളായി ഗൈസ്. ഓക്കെ, ഇനി നമുക്കിതിനെ വിഡ്രോ ചെയ്യണം. ഓക്കെ, മിനിമം വിഡ്രോൾ എമൗണ്ട് 0.01 സോളാണോ? ഓ മൈ ഗോഡ് ഗൈസ്, വി ആർ ട്രാപ്ഡ്. നമുക്ക് മിനിമം വിഡ്രോൾ 0.01 സോൾ വേണം. ഫൈനലി ഓക്കെ, ഒരു 0.01 സോളിന് വേണ്ടി നമ്മൾ കിടന്നുകൂടി ഓട്ടം. ഓക്കെ, നമുക്ക് ബ്ലോക്ക് ചെയിൻ കൺഫേം ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ടെക്സ്റ്റ് സ്ക്രീനിൽ പോയി നോക്കാം. കേസ് വെയിറ്റ്, എലൻ മസ്ക് ഇപ്പോൾ ഒരു സാധനം ട്വീറ്റ് ചെയ്തു, ടാഗ് മീം കോയിൻ യു ട്രസ്റ്റ് ദ മോസ്റ്റ് എന്ന്. അപ്പോൾ അതിനകത്ത് 2 മണിക്കൂർ മുമ്പ് റോറിങ് കിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്, റോക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വന്ന ട്വീറ്റാണ്. ROKIT. ഇപ്പം ഒരു ചെറിയ അപ്ട്രെൻഡ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, റോക്കറ്റ് തുടങ്ങി 4 ദിവസമായി ഗൈസ്. ഒരു ചെറിയ അപ്ട്രെൻഡ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും പോകാം. റോക്കറ്റ് അപ്പോൾ നമ്മൾ വാങ്ങാൻ പോകുന്നത് 0.005. ഓക്കെ, ലിക്വിഡ് 2% കൊടുത്ത് നമ്മൾ ബൈ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഫാൻറ്റം വോൾട്ട് ഇവിടെ ഓപ്പണായി വരും. എന്നിട്ട് പറയും വാങ്ങാൻ പോകണമെന്ന്. ബൈ കൊടുക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ റോക്കറ്റ് വരും. ട്രാൻസാക്ഷൻ കൺഫേംഡ് ഇവിടെ എഴുതി വന്നിരിക്കുന്നു ഗൈസ്. റോക്കറ്റ് വന്നു. ഇപ്പോൾ തന്നെ ഗെയിം തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഞാൻ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ നിൽക്കല്ലേ, ഇവിടം വരെ പോകുമ്പോൾ സെല് ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം. പ്രോബ്ലം നിങ്ങളൊരു എക്സ്പീരിയൻസ് സ്റ്റാർട്ട് പേഴ്സൺ ആണെങ്കിൽ എൻ്റെ ഈ വരയ്ക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് കോമഡി തോന്നും കേട്ടോ. കാര്യം ഐ എം വെരി ന്യൂ ടു ദിസ്. ഓക്കെ, എൻ്റെ ഒരു ആഗ്രഹം ഇവിടെ എത്തുമ്പോഴത്തേക്ക് എക്സെപ്റ്റ് ചെയ്താൽ അടിപൊളിയായിരിക്കും. വിച്ച് ഇസ് വാല്യൂ അറ്റ് 0.2300. നമ്മൾ എൻട്രി ചെയ്തേക്കുന്നത് 2.1-ലാണ്. 2.3 എത്തുമ്പോൾ എക്സെപ്റ്റ് ചെയ്താൽ നൈസായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ മേലൊക്കെ പോയി എക്സെപ്റ്റ് ചെയ്താൽ ലാഭേഷ്, പക്ഷേ അത്രയും ലാഭം എനിക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ് ഇവിടെ. ആൻഡ് ഇതിനകത്ത് ഓട്ടോമാറ്റിക് സെല്ലൊന്നുമില്ല. നിങ്ങൾ സെല് ചെയ്യേണ്ട സമയത്ത് സെൽ ഹിറ്റ് ചെയ്യണം. ആൻഡ് എത്ര % സെല് ചെയ്യണമെന്ന് കൊടുക്കുക, എത്ര % സെല് ചെയ്യണമെന്ന് കൊടുക്കുക, ആൻഡ് ദെൻ അങ്ങ് സെല് ചെയ്യാം. അങ്ങനെയാണ് സെല് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ റോക്കറ്റ് കിറ്റി വാങ്ങിച്ചിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ റോക്കറ്റ് കിറ്റി 1.3% പ്രോഫിറ്റിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ 0.91 നിൽക്കുന്നു. സോ ഇതോടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് ബേസിക്കലി മീം കോയിൻസ് വാങ്ങേണ്ടതെന്നും സെല് ചെയ്യേണ്ടതെന്നും. സെയിം പ്രോസസ്സാണ്, സെല് ചെയ്യുമ്പോൾ സെല്ല് കൊടുക്കുക, അത്രേ ഉള്ളൂ. സോ ഇങ്ങനെയാണ് മീം കോയിൻസ് വാങ്ങുന്നതും സെല് ചെയ്യുന്നതും. സോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെ മീം കോയിൻസ് ഇൻവെസ്റ്റ് ചെയ്യാം, എന്ത് പ്രോസസ് ഇൻവെസ്റ്റ് ചെയ്യണം, അതിങ്ങനെ അത് വെച്ച് പൈസ ഉണ്ടാക്കാം അല്ലെങ്കിൽ പൈസ കളയാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി രണ്ടാമത് ഇസ് എ നെക്സ്റ്റ് ബിഗ് തിങ് വിച്ച് ഇസ് എങ്ങനെ നിങ്ങൾക്കൊരു മീം കോയിൻ ഉണ്ടാക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് നിങ്ങളൊരു മീം കോയിൻ ഉണ്ടാക്കണം? പ്രത്യേകിച്ച് റീസണൊന്നുമില്ല, പൈസ ഉണ്ടാക്കാൻ തന്നെ. സോ മീം കോയിൻസ് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വളരെ വിയേർഡ് മെത്തേഡാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ റീച്ച് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ട് എങ്കിൽ പ്രോബ്ലി നിങ്ങൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഫൺ എക്സ്പെരിമെൻറ്റാണ് ഇത്. വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കോമഡിയോ എന്തെങ്കിലും ഐഡിയനെ പറ്റി നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കോയിൻ ഉണ്ടാക്കുക. ആൻഡ് ഫോർ ദിസ് ഇന്നത്തെ എക്സാമ്പിളിന് നമ്മൾ
യൂസ് ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റിൻ്റെ പേര് pump.fun. ആൻഡ് എൻ്റെ പേര് പറയുന്ന പോലെ മിക്ക പമ്പ് ആൻഡ് ഡംപ് സ്കീമും നടക്കുന്ന ഒരു സാധനമാണ് ഈ pump.fun. ഓക്കെ, പമ്പ് ആൻഡ് ഡംപ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോയിൻ ഉണ്ടാക്കും, അതിനെ വളർത്തും, അതിൻ്റെ വാല്യൂ അങ്ങ് കയറ്റും, എന്നിട്ട് ഉണ്ടാക്കിയ ആളതിനെ ഫുൾ പൈസയും കൊണ്ട് പോകും. ദാറ്റ് ഇസ് കോൾഡ് പമ്പ് ആൻഡ് ഡംപ്. ഓക്കെ, പക്ഷേ എന്നാലും ഇതിനകത്ത് വേണമെങ്കിൽ ഒരു ഹെൽത്തി കോയിൻ, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ കമ്മ്യൂണിറ്റിയെ പറ്റി നിങ്ങൾ കെയർ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു കോയിൻ ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ വാല്യൂ ഭയങ്കര കിട്ടിലാവുന്ന രീതിയിൽ ഒക്കെ വളർത്തി കൊണ്ടുപോകാനും പറ്റും. സോ ഇറ്റ് ഓൾ ഡിപ്പെൻസ് ഓൺ ഹൗ യു യൂസ് ഇറ്റ്. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് ഈ സാധനം യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഓക്കെ, സോ എങ്ങനെ സ്വന്തമായിട്ട് കോയിൻ ഉണ്ടാക്കാം? സോ സ്വന്തമായിട്ട് കോയിൻ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് റഫ്ലി അറൗണ്ട് ഒരു $5 നിങ്ങളുടെ കയ്യിൽ വേണ്ടത്. ഒരു 420 രൂപ. ഓക്കെ, 420 രൂപയാണ് സ്വന്തമായിട്ടൊരു കോയിൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടത്. സോ നിങ്ങൾ ഫസ്റ്റ് pump.funൽ പോയിട്ട് അവിടെ ഫസ്റ്റിൻ്റെ സാധനം ഉണ്ട്, കണ്ടോ, സ്റ്റാർട്ട് എ ന്യൂ കോയിൻ. ഈ സ്റ്റാർട്ട് എ ന്യൂ കോയിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് വേണ്ട കോയിൻ്റെ പേര്, കോയിൻ്റെ ടിക്കർ എന്ന് പറഞ്ഞാൽ കോയിൻ്റെ എന്താണ്, ഫോർ എക്സാമ്പിൾ ആ സിമ്പിൾ ഇല്ലേ, അത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഇതീറിയത്തിന് ETH, ബിറ്റ്കോയിന് BTC, അതേപോലത്തെ എന്ത് ടിക്കർ, കോയിൻ്റെ ഡിസ്ക്രിപ്ഷൻ, കോയിൻ്റെ പടം ആൻഡ് ഇത്രയും കൊടുത്തിട്ട് ഈ ഷോ മോർ ഓപ്ഷൻസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ട ട്വിറ്റർ അഡ്രസ്സും ടെലിഗ്രാം അഡ്രസ്സും ഒരു വെബ്സൈറ്റും ക്രിയേറ്റ് ചെയ്താൽ കോയിൻ അത്രയും കൂടുതൽ ക്രെഡിബിൾ ആയിട്ടിരിക്കും. നമ്മൾ സുര കോയിൻ ഉണ്ടാക്കിയപ്പോഴത്തേക്കും നമ്മൾ കോയിൻ്റെ പേര് സുര എന്ന് കൊടുത്തു, കോയിൻ്റെ സിമ്പിൾ അഗൈൻ സുര എന്ന് കൊടുത്തു. ആൻഡ് ദെൻ നമ്മൾ സുരനെ പറ്റി ഒരു അടിപൊളി ഡിസ്ക്രിപ്ഷൻ എഴുതി, വെയർ റൈറ്റ് സുര ഓൾവേസ് സ്റ്റേയിങ് ക്ലീൻ ആൻഡ് മേക്കിംഗ് ഷുവർ എവറിത്തിങ് ഗെറ്റ്സ് ഡൺ റൈറ്റ് ബിക്കോസ് സുര ഇസ് പവർ. സോ നമ്മുടെ കോമഡി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എൻ്റെ ഫ്രണ്ട് ഗ്രൂപ്പിനകത്ത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു കോമഡിയാണ് സുര. ആൻഡ് സുരയുടെ ആടി മുനേ ലൈൻ ഇസ് ഓൾവേസ് വെരി പോപ്പുലർ. സോ അതുകൊണ്ട് തന്നെ ആൻഡ് നമ്മൾ എന്ത് ചെയ്തു, സുരയുടെ ഗിഫ്റ്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്തു, കോയിൻ്റെ പടമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ നമ്മുടെ ടെലിഗ്രാം ലിങ്കും ട്വിറ്റർ ലിങ്കും കാര്യങ്ങളൊക്കെ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. യെസ്, ഇവിടെ ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് കാണിച്ചു ഗൈസ്. ഇതിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ട്വിറ്റർ ലിങ്കിൽ നമ്മുടെ ട്വിറ്ററിൻ്റെ എന്ന് പറഞ്ഞ ട്വിറ്ററിൻ്റെ ഹെഡിങ് മാത്രമാണ് കൊടുത്തത്. ട്വിറ്ററിൻ്റെ ഫുൾ ലിങ്ക് കൊടുക്കണം, ജസ്റ്റ് ആ യൂസർ നെയിം മാത്രം കൊടുക്കരുത്, ഫുൾ ലിങ്ക് കൊടുക്കണം, വെബ്സൈറ്റിൻ്റെ ഫുൾ ലിങ്ക് കൊടുക്കണം. ആൻഡ് നമ്മൾ സുര കോയിൻ വർക്കൗട്ട് ആകാൻ വേണ്ടി ഒരു വെബ്സൈറ്റും ബിൽഡ് ചെയ്തു, വിച്ച് വാസ് kadadi.com. ഓക്കെ, സോ ഇടയ്ക്ക് കുറച്ച് കാലം മുമ്പ് നമ്മൾ kadadi.com എന്നൊരു സൈറ്റിങ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പ്ലാനൊന്നും ചെയ്തിട്ടില്ല, കുറേ കാലം മുമ്പ് ചുമ്മാ ഒരു തമാശ വേണ്ടി വാങ്ങിച്ചിട്ടേ kadadi.com. സോ വി കോൾഡ് ഇറ്റ് kadadi.com ഹോം ഓഫ് സുര കോയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തു. അതിൻ്റെ ട്വിറ്റർ ഹാൻഡിലും ലോഞ്ച് ചെയ്തു, വിച്ച് ഇസ് ദ സുര കോയിൻ. സോ ഇതിൻ്റെയൊക്കെ ലിങ്ക്സ് ഞാൻ താഴെ ഇടാം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ പ്രോജക്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് ആൻഡ് നിങ്ങൾക്ക് സുര കോയിൻ്റെ പമ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ടു ഇൻവെസ്റ്റ് ഇൻ സുര കോയിൻ. ഓക്കെ, യു ആർ ഓൾവേസ് വെരി വെൽക്കം. വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നതിനെ പറ്റി മാത്രം ഞാൻ പറയണം. വെബ്സൈറ്റ് നിങ്ങൾക്ക് ഒരു ഡൊമൈൻ ഉണ്ടെങ്കിൽ വേറെ എക്സ്ട്രാ പൈസ ഒന്നും ആവത്തില്ല. ഡൊമൈൻ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ $4 മേളിൽ കൂടെ വിച്ച് $420 കൂടെ ഒരു $99 ആവത്തുള്ളൂ. നിങ്ങൾക്കൊരു ടെമ്പററി ഡൊമൈൻ വാങ്ങാം. വർക്കൗട്ട് ആവുന്നോ ഇല്ലെന്ന് ഒരു മാസം നോക്കാൻ വേണ്ടി ഒരു ഡൊമൈൻ വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ബിഗ് റോക്കിൽ നിന്നൊക്കെ വളരെ ഈസി ആയിട്ട് $99 ഡൊമൈൻ വാങ്ങാം. ആൻഡ് എന്നിട്ട് ആ ഡൊമൈൻ വാങ്ങിയ ശേഷം അതിനകത്തൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ $149 ആണുള്ളത്. അത് ഞാൻ ഈ പറഞ്ഞ $420 അത് ഇൻക്ലൂഡഡ് ആണ്. സോ ഒരു $149 നിങ്ങൾക്ക് 1 മന്തിലേക്ക് വെബ്സൈറ്റൊക്കെ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം. അത് വളരെ ഈസി ഇൻ്റർഫേസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. പ്രിറ്റി മച്ച് നിങ്ങൾക്ക് എന്തായിരുന്നു ഒരു ലാൻഡിംഗ് പേജ്, ഒരു പടവും ഈ കോയിൻ എന്തിനെ പറ്റിയാണെന്നൊക്കെ എഴുതിയാൽ മാത്രം മതി. വേറെ വലിയ സീനൊന്നുമില്ല. ബേസിക്കലി ഇങ്ങനെയുള്ള കുറച്ച് ഇൻഫർമേഷൻ കൊടുത്താൽ വെബ്സൈറ്റ് ബിൽഡ് ആയിക്കോളും, വെബ്സൈറ്റ് കംപ്ലീറ്റ് ആയിക്കോളും. ആൻഡ് സോ ഇതായിരുന്നു നമ്മുടെ വെബ്സൈറ്റ്, വിച്ച് ഇസ് kadadi.com ഹോം ഓഫ് സുര കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ കുറച്ച് ടേംസ് സർവീസ് ഒക്കെ ഇട്ടു. വേറെ നമ്മൾ ടേംസ് സർവീസിനകത്ത് പറഞ്ഞു ഇതിന് ഒറിജിനൽ നമ്മുടെ OG സുരേഷ് ഗോപി ചേട്ടനായിട്ട് പ്രത്യേകിച്ച് അഫിലിയേഷൻ ഒന്നുമില്ല. ഇതൊരു പ്യൂർലി ഒരു മീമാണ്, ഫണ്ണിന് വേണ്ടി ചെയ്യുന്നതാണ്. ബിക്കോസ് വി ലൈക്ക് സുര. ആൻഡ് അല്ലാതെ പുള്ളി ആക്ട് ചെയ്ത റോൾസോ പുള്ളി ആക്ട് ചെയ്ത പ്രോജക്ട്സോ പുള്ളിയോ തമ്മിൽ ഇത് ഒരു ബന്ധമില്ല. ജസ്റ്റ് മീം എന്നൊരു ടേംസ് സർവീസിലൂടെ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അങ്ങനെ നമ്മൾ വെബ്സൈറ്റ് കംപ്ലീറ്റ് ചെയ്തു. സോ വെബ്സൈറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് വെബ്സൈറ്റ് നമ്മൾ ഇതിൽ ലിങ്ക് ചെയ്ത് കൊടുത്തു. അടുത്ത ഇമ്പോർട്ടൻറ്റ് പാർട്ട്, നിങ്ങൾ ഇതെല്ലാം ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും അവർ നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് എത്ര കോയിൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. ഓക്കെ, ഇത് ഒരു ഗുഡ് തിങ്ങാണ്, ഒരു ബാഡ് തിങ്ങുമാണ്. എത്ര കോയിൻ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇസ് ബേസിക്കലി ഫൗണ്ടറിന് ഈ കോയിൻ പബ്ലിക്കിലേക്ക് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഷെയർ എൻ്റെ വാങ്ങിച്ചു വയ്ക്കാം. ഇതാണ് ഇൻവെസ്റ്ററായി ഞാൻ പർച്ചേസ് ചെയ്തത്. നിങ്ങൾക്ക് ഇതേപോലെ എത്ര സൊളാനുണ്ട് അത്രയും വെച്ച് നിങ്ങൾക്ക് വാങ്ങാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ വാങ്ങാതെ ഇരിക്കാം. പക്ഷേ ബേസിക്കലി അത്രയുമാണ് നമ്മൾ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് സുര കോയിനും വാങ്ങിച്ചത്. ആൻഡ് ഇത്രയും കൂടെ ആയപ്പോഴത്തേക്ക് ഇത്രയും കൂടെ ആയി ലോഞ്ച് കൊടുക്കുമ്പോൾ സുര കോയിൻ ലോഞ്ചായി. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇസ് പ്യൂർലി മാർക്കറ്റിംഗ്. ഓക്കെ, നിങ്ങൾക്ക് ഫ്രണ്ട്സിനും ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഇൻസ്റ്റാഗ്രാം ഫോളോയിങ് ഉണ്ടെങ്കിൽ വാങ്ങാൻ പറയുക. അങ്ങനെ നിങ്ങൾക്ക് മെല്ലെ വാങ്ങി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോയിൻ്റെ വാല്യൂ കൂട്ടാൻ പറ്റും. ഓക്കെ, ആൻഡ് ഈ pump.fun അത് ബൈൻഡിങ് കർവ് എന്നൊരു സാധനമുണ്ട്. വേറെ അതൊരു ഗ്രാഫാണ്. ആ ഗ്രാഫ് നമ്മൾ ഫുള്ളാക്കുന്നവരെ നിങ്ങൾ അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റിയാൽ അത് ഫുള്ളാകുമ്പോഴത്തേക്ക് ബാക്കി മീം കോയിൻ എക്സ്ചേഞ്ചേഴ്സും ഈ കോയിൻ പിക്കപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ഡെക്സ് സ്ക്രീനർ പോലത്തെ പ്രോജക്ട്സും അല്ലെങ്കിൽ പ്രോജക്ട്സ് ഡെസ്ക്രീനർ പോലത്തെ വെബ്സൈറ്റ്സും നമ്മുടെ കോയിൻ പിക്കപ്പ് ചെയ്യും. അതിനുവേണ്ടി നമ്മൾ ബൈൻഡിങ് കർവ് കംപ്ലീറ്റ് ചെയ്യണം. ബൈൻഡിങ് കർവ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേണം. സോ നിങ്ങളിങ്ങനെ വലിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ പറ്റുമെങ്കിൽ അതെല്ലാം ഇട്ടിട്ട് നിങ്ങൾ ആ കോയിൻ ഗ്രോ ചെയ്യുക. ആൻഡ് ഗ്രോ ചെയ്ത് ആ ബൈൻഡിങ് കർവ് കംപ്ലീറ്റ് ആക്കുക. സോ നിങ്ങൾ ആ ബൈൻഡിങ് കർവ് കംപ്ലീറ്റ് ആവുന്നതോടെ ഐ തിങ്ക് നിങ്ങളുടെ ഫസ്റ്റ് ഫേസ് ഓഫ് നിങ്ങളുടെ മീം കോയിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സക്സസ് ആയി.
പിന്നെ ബൈൻഡിംഗ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫ്രണ്ട് ഗ്രൂപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഷെയർ നിങ്ങളുടെ ഫ്രണ്ട് ഗ്രൂപ്പ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആൾക്കാർ മാത്രമായിരിക്കും ഇതിൽ കോയിൻ കാണുന്നത്, വേൾഡ് വൈഡ് ആയിട്ട് ആൾക്കാർ കാണും. പിന്നെ അവിടെ നിന്നൊരു ഫ്ലൈറ്റാണ്, ഓക്കെ റൈറ്റ്. പിന്നെ ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് ഇൻവെസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഷെയർസ് വിൽക്കാം, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം, വാല്യൂ കൂട്ടാം, ഇതൊക്കെയാണ്. സോ ദിസ് ബേസിക്കലി ഇങ്ങനെയാണ് മീം കോയിൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ്. സോ നിങ്ങളുടെ കയ്യിൽ ഒരു 420 രൂപ ഉണ്ടെങ്കിൽ അതിനകത്ത് സൊളാന നിങ്ങൾക്ക് എടുത്ത് ഈ വോളിലേക്ക് അയക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മീം കോയിൻ നിങ്ങൾക്കൊരു മീം കോയിൻ ലോഞ്ച് ചെയ്യാം. ലോഞ്ച് ചെയ്ത ശേഷം പിന്നെ ഇറ്റ് ഗോസ് ഇങ്ങനെ പൊയ്ക്കോളും. ഇറ്റ് ഓൾ ഡിപ്പെൻസ് ഓൺ പ്യോർലി പിന്നെ മാർക്കറ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഫ്രണ്ട്സോ നിങ്ങൾക്ക് കണക്ഷൻസോ ഉണ്ടെങ്കിൽ ആൾക്കാർ തന്നെ വാങ്ങാൻ പറയുക. ആൻഡ് വാങ്ങി നിങ്ങൾക്ക് എൻ്റെ വാല്യൂ കൂട്ടി ഒരു പോയിന്റ് വരെ എത്തിക്കാം. ഇന്നലെ ലിറ്ററലി ഒരു വാല്യൂയും ഇല്ലായിരുന്നു സുര കോയിൻ. ഇന്ന് ഞാൻ നോക്കുമ്പോൾ ലിറ്ററലി $1.82 എനിക്കാണ് ഗൈസ്. സോ ഐ എം വെരി ഹാപ്പി. ഓക്കെ, സോ ഐ എം വെരി ഫ്രിക്കൻ ഹാപ്പി. സോ നിങ്ങളും സുര കോയിനിൽ ഇൻവോൾവ് ആവാൻ താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് സുര കോയിനൊക്കെ വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പ്രോബ്ലി ഹൂ നോസ്, നമുക്ക് സുര കോയിൻ ഇത് മൂന്നൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളിയായിരിക്കും. ഓക്കെ, ബട്ട് യെസ്. പിന്നെ ഞാൻ ഓൾസോ ലാസ്റ്റ് വീഡിയോ പറഞ്ഞത്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇതിനിങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ? പ്രോബ്ലി ഞാനും മെലമെട്രിക്സ് തരുന്ന പോലത്തെ അല്ലെങ്കിൽ എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നു മീം കോയിൻ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരണോ, നമുക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണമെന്ന്. ആൻഡ് ലോട്ട് ഓഫ് ഞാൻ ഡിസ്കോഡ് എന്ന് പറഞ്ഞപ്പോൾ ലോട്ട് ഓഫ് യു സെഡ് വേണ്ട ബ്രോ ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങിയോ, എനിക്ക് കുറച്ച് മെസ്സേജും കിട്ടി. ടെലിഗ്രാം ഗ്രൂപ്പായോ അല്ല അത് കുറേ പേർക്കൂടെ കൂടുതൽ ആക്സസിബിൾ ആയിരിക്കും, എല്ലാവരും ഡിസ്കോഡ് ഇല്ലെന്ന് തോന്നുന്നു. എങ്കിൽ നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കും ഗൈസ്. ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് താഴെ ലിങ്ക് ഇട്ടേക്കാം. നിങ്ങൾക്കും ജോയിൻ ചെയ്ത് ക്രിപ്റ്റോനെ പറ്റി സംസാരിക്കണോ, ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ പറ്റി സംസാരിക്കണോ, അതിനെപ്പറ്റി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലെറ്റ് us know, we can have a conversation. ബേസിക്കലി എനിക്കറിയുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോഴും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഇൻഫർമേഷൻ എനിക്ക് പറഞ്ഞു തരുമ്പോൾ വി ബോത്ത് ഗ്രോ. ആൻഡ് ടോപ്പ് ഓഫ് ദാറ്റ് ചിലപ്പോൾ നമുക്ക് കുഴിച്ചാടണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയി കുഴിച്ചാടോ, ഫണല്ലേ. സോ ഇങ്ങനെയൊക്കെയല്ലേ പൈസ ഉണ്ടാക്കാൻ പറ്റൂ. സോ യെസ്, വൺസ് അഗൈൻ ഗൈസ്, വെരി റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഞാൻ പറയുകയാണ്. ഇത് ഫൈനാൻഷ്യൽ അഡ്വൈസ് ഒന്നുമല്ല. പക്ഷേ മീം കോയിൻ എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഇറ്റ് ഈസ് ലൈക്ക് ജമ്പിങ് ഇൻ ടു ഹൗസ് ഓഫ് ഫയർ. ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ പൈസ എടുത്ത് തിരിച്ച് വരാം, പക്ഷേ ചിലപ്പോൾ യു വിൽ ഗെറ്റ് ബേൺ. സോ കയ്യിൽ കളയാൻ പൈസ ഉള്ള മാത്രം എടുത്ത് കളയുക വെൻ ഇറ്റ് കംസ് ടു മീം കോയിൻസ്. ഓക്കെ, മൂന്നാമത് ടെൽ യു അബൌട്ട് ഇപ്പോഴത്തെ ക്രിപ്റ്റോ ജേണിയും ഈ മീം കോയിൻ്റെ നല്ല സൈഡും ഐ തിങ്ക് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സൈഡിനെ പറ്റിയും കൂടെ എനിക്ക് സംസാരിക്കണം. സോ മീം കോയിൻ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ആൻഡ് pump.fund ആണ് പ്രോബ്ലി ഈ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം തറവാട് വീട്. സോ ഇവർ ഈ ഐറ്റം അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റ് ഭയങ്കര പോപ്പുലർ ആയപ്പോൾ എനിക്ക് ലൈവ് സ്ട്രീമിംഗ് കൂടെ വെച്ച് തുടങ്ങി. ഓക്കെ, ബേസിക്കലി ഇപ്പം ഞാൻ നേരിട്ട് സംസാരിക്കുന്ന പോലെ ഇപ്പോൾ എനിക്ക് സുര കോയിൻ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി എനിക്കിങ്ങനെ ലൈവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാം. ഈ സംസാരിക്കുമ്പോൾ നിങ്ങൾ കൺവിൻസ്ഡ് ആയാലും നിങ്ങൾക്ക് അത് പൈസ ഇടാം. സോ ബേസിക്കലി കൺവിൻസിങ് സ്റ്റാർ മൂവ്സ്. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് പൈസ ഇടാം. സോ പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ആൾക്കാരുടെ വെരി ടോക്സിക് സൈഡ്സൊക്കെ പുറത്ത് വരുന്നത് ഇങ്ങനെയുള്ള സമയത്താണ്. സോ കുറേ ആൾക്കാർ മറ്റേ എന്തായിരുന്നു അവരുടെ വീട്ടിൽ കോഴിനെയൊക്കെ എടുത്തിട്ട് പറയും, ഇതാണ് എൻ്റെ കോഴി, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യില്ലെങ്കിലേ ഞാൻ ഈ കോഴിയുടെ കാലം കുടിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യില്ലേ കോഴിയുടെ തലയിൽ ഞാൻ പിടിച്ചും കുടിക്കും, അല്ലെങ്കിൽ വീട്ടിൽ ഗോൾഡ് ഫിഷിങ് എടുത്ത് വെച്ചിട്ട് നിങ്ങളിപ്പോൾ ഇത് പൈസ ഇട്ടില്ലേ ഈ ഗോൾഡ് ഫിഷ് ഞാൻ കൊല്ലും. ഓക്കെ, ഇങ്ങനെയൊക്കെ വളരെ വേർഡായിട്ട്. പിന്നെ വേറൊരുത്തൻ തോക്കെടുത്ത് വെച്ചിട്ട്, US-ലാണ് ഒബ്വിയസ്ലി, തോക്കെടുത്ത് വെച്ചിട്ടേ നിങ്ങൾ ഓരോ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഞാൻ പുറത്തേക്ക് ഓടിക്കും. ആ ബുള്ളറ്റിന് ആരുടെ നെഞ്ചത്താണോ അത് കൊള്ളാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് അത് ആകാശത്തേക്ക് പോയാലും എവിടെയെങ്കിലും ആരുടെയെങ്കിലും മേളിലേക്ക് ഒന്ന് വീഴത്തില്ലേ. സോ ലിറ്ററലി ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര ടോക്സിക് ആൾക്കാരെ ട്രേറ്റൊക്കെ ഇത് കാണാൻ തുടങ്ങി. ആൻഡ് ഓൾസോ ഇതൊക്കെ കണ്ടിട്ട് ഇതിനകത്ത് പൈസ ഇടാൻ ആൾക്കാരുണ്ട്. കാര്യം ചിലപ്പം ആൾക്കാർ വിചാരിക്കണം ഓ മൈ ഗോഡ് കോഴിനെ കൊല്ലണ്ട പൈസ ഇടാന്ന്. സോ ഇങ്ങനെ പൈസ ഇടുമ്പോഴും ഈ പൈസ താടാന്ന് പറയുന്നവനാണ് പൈസ ഉണ്ടാക്കുന്നത്. സോ ഇതാണ് എനിക്ക്. സോ pump.fundൻ്റെ ഇങ്ങനെയുള്ള ക്രിപ്റ്റോ ഫിയാസ്കോ സംതിങ് ഐ റിയലി ഡു നോട്ട് ലൈക്ക്. ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി സംതിങ് ഐ വെരി മച്ച് ഡിസ്പൈസ്. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്ത, എനിക്ക് ചില സമയത്ത് എന്ന് തോന്നുന്നൊരു കമ്മ്യൂണിറ്റിയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. മീം കോയിൻസ് വന്നതേ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനാണ്. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ആൻഡ് ഒത്തിരി പേര് പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ദയവ് ഇത് നിങ്ങൾ ഈ ടൈപ്പ് ആക്ടിവിറ്റീസ് ചെയ്ത് പൈസ ഉണ്ടാക്കാതിരിക്കാൻ, ഐ മീൻ ഇങ്ങനെയുള്ള എക്സ്ട്രീം മെഷേഴ്സിൽ പോയി പൈസ ഉണ്ടാക്കാതിരിക്കാൻ നോക്കൂ. നമുക്ക് ഹാപ്പി ആയിട്ട് പീസായിട്ട് ചാർട്ടൊക്കെ നോക്കി കുറച്ച് രസമുള്ള മീമൊക്കെ പറഞ്ഞ് പൈസ ഉണ്ടാക്കാം. അല്ലാതെ ഇങ്ങനെയുള്ള ടോക്സിക് വേസ് ഓഫ് മേക്കിംഗ് മണി ഇസ് നോട്ട് ഫൺ. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. പ്ലീസ് ഡു നോട്ട് ഡു ദാറ്റ്. സോ ബോയ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 മെയിൻ പോയിന്റ്സ് ഡിസ്കസ് ചെയ്തു. ഒന്ന്, എങ്ങനെ മീം കോയിൻസ് വാങ്ങാമെന്ന്. ആൻഡ് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫസ്റ്റ് ടൂൾ വാസ് ഫാൻറ്റം വാളറ്റ്. ഫാൻറ്റം വാളറ്റും ഡെക്സ് സ്ക്രീനർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറും വെച്ചിട്ട്, അല്ലെങ്കിൽ ഡെക്സ് സ്ക്രീനർ എന്ന് പറഞ്ഞ വെബ്സൈറ്റും വെച്ചിട്ട് നമുക്ക് പോയി മീം കോയിൻസിനെ സ്കോപ്പ് ചെയ്ത് വാങ്ങാൻ പറ്റും. ആൻഡ് ഇതിനെപ്പറ്റി ഇൻഫർമേഷൻ തരാൻ പറ്റുന്ന നല്ല റിസോഴ്സിലൊന്നാണ് മെലമെട്രിക്സ്. ട്വിറ്ററിനകത്തുണ്ട്. അതേപോലെ ഇടയ്ക്ക് നമ്മുടെ മസ്കും ആൾക്കാരൊക്കെ ട്വീറ്റ് ചെയ്യാറുണ്ട്. സോ ട്വിറ്റർ ഇസ് യുവർ ഫ്രണ്ട്, അല്ലെങ്കിൽ എക്സ് ഇസ് യുവർ ഫ്രണ്ട്. സോ ഓൾവേസ് കീപ് എൻ ഐ ഓൺ എക്സ്. ആൻഡ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് മീം കോയിൻ ഉണ്ടാക്കണമെങ്കിൽ ഗോ ടു pump.fund. ആൻഡ് അവിടെ വെച്ച് നിങ്ങൾക്ക് ഒരു മീം കോയിൻ ഉണ്ടാക്കാൻ പറ്റും. നിയർലി $420 ആണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എൻ്റെ പ്രോജക്റ്റിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ഇൻ സുര ഗൈസ്. ഞാൻ ലിങ്ക് തന്നെ കൊടുത്തേക്കാം. ഇഫ് യു ലൈക്ക് സുര കോയിൻ, ഇൻവെസ്റ്റ് ഇൻ സുര കോയിൻ. ആൻഡ് ഫൈനലി ഞാൻ പറഞ്ഞു എനിക്ക് എന്താണ് മീം കോയിൻസിനെ പറ്റി ഇപ്പോൾ വലിയ ഇഷ്ടമില്ലാത്തൊരു പാർട്ടൊന്നും. സോ അത് ഇപ്പോൾ നിങ്ങൾക്കറിയാം. സോ ദാറ്റ് ഇസ് ഓൾ ഫോർ ദിസ് വീഡിയോ. ആൻഡ് സോ ബേസിക്കലി
എങ്ങനെ മീം കോയിൻ ഇൻവെസ്റ്റ് ചെയ്യാം, എങ്ങനെ മീം കോയിൻ ഉണ്ടാക്കാം, ആൻഡ് വാട്ട് ഐ ലൈക്ക് അബൌട്ട് ഇറ്റ് ആൻഡ് വാട്ട് ഐ ഡോണ്ട്. ആൻഡ് ഓൾസോ വൺ മോർ ടൈം ഞാൻ പറയുകയാണ്, ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. ബി കെയർഫുൾ അബൌട്ട് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ആൻഡ് അടുത്തൊരു എപ്പിസോഡിൽ ഐ ടെൽ യു വാട്ട് മോർ. സോ ഇപ്രാവശ്യം നിങ്ങളുടെ വീഡിയോയിൽ എന്ന കമൻസും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്ത് വിൽ കം അപ്പ് വിത്ത് another episode where we will take a deep dive into even more things related to crypto. And also guys, remember, പൈസയാണ് കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കുക. Always use your head instead of using your heart. അപ്പോൾ I will see you next month. Let's be saying, baby, and peace.